അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കല്ലാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ കേൾവി ശക്തി അഥവാ കാതുകൾ. ആ അനുഗ്രഹം നമ്മൾ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ധർമ്മവും കർമ്മങ്ങളും തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നാം ഖേദിക്കേണ്ടി വരും. അനുഗ്രഹങ്ങൾ ദുരന്തമായി മാറുന്ന അവസ്ഥ നാം ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. കാതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലളിതമായ രീതിയിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ പറ്റുന്ന ഒട്ടേറെ കർമ്മ പദ്ധതികൾ, സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ അതിലേക്ക് ചെവി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കുകയും മൗനം ദീക്ഷിക്കുകയും ചെയ്യണം. പടച്ചറബിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പെയ്തിറങ്ങുവാൻ അത് നിമിത്തമാണ് എന്ന് ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അതുപോലെ മതപരമായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കണം. ദീനിയായ ഉത്ബോധനങ്ങൾ, അറിവുകൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കാതുപയോഗിച്ച് ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ബാങ്ക് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ ആ വാചകങ്ങൾ ഏറ്റുപറയണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്നുള്ള ദുആയും നമ്മളോട് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളാണ്. അതിലൂടെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്, ഇതെല്ലാം അതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞത് കേട്ടാൽ നാം അതിന് അഭിവാദ്യമായി സലാം മടക്കുക എന്നത്. അതുപോലെ ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുകയും അത് നമ്മൾ കേൾക്കുകയും ചെയ്താൽ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും എന്ന് തിരിച്ചു പറയൽ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ഒക്കെ പുണ്യം നിറഞ്ഞ സംഗതിയാണ്. അതുപോലെ ചെവി കൊടുക്കരുതാത്ത കാര്യങ്ങൾ, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തുകയും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഹറാമുകളായ അശ്ലീലങ്ങൾ നിറഞ്ഞ വൃത്തികേടുകളുടെ വർത്തമാനങ്ങളും സംസാരങ്ങളും നമ്മുടെ ചെവിക്ക് അന്യമാണ്. അതേപോലെ തന്നെ ഗീബത്തും നമീമത്തും സംഗീതവുമൊക്കെ തുടങ്ങിയ സംസാരങ്ങൾ തീർച്ചയായും അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ് എന്നുള്ളത് കൊണ്ട് അതിന് നമ്മൾ ചെവി കൊടുക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്നതാണ് സലഫുകളുടെ മാതൃക, ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി. അള്ളാഹുവിൻ്റെ വചനങ്ങൾ പരിഹസിക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ മതത്തെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സദസ്സുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കാതുകൊടുക്കുവാൻ പാടുള്ള സംഗതിയല്ല. ഇത്തരം അള്ളാഹ് വെറുക്കുന്ന ശബ്ദങ്ങളെ സംബന്ധിച്ച് സലഫുകളുടെ രീതി നമ്മൾ പരിശോധിച്ചാൽ ആ ശബ്ദങ്ങൾ ചെവിയിലേക്ക് കടന്നു വരാതിരിക്കാൻ അവർ അവരുടെ വിരലുകൾ ചെവിയിൽ തിരുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ നാഫി റഹിമഹുല്ല പറയുകയാണ്, സമിഅ ഇബ്നു ഉമർ മിസ്മാറൻ ഫവളഅ ഉസ്ബുഅൈഹി ഫീ ഉദുനൈഹി. സംഗീതത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ വിരലുകൾ ചെവിയിൽ തിരുകി എന്നാണ്. അങ്ങനെ ആ വഴിയിൽ നിന്ന് അകന്ന് വിദൂരത്ത് എത്തിയപ്പോൾ അദ്ദേഹം നാഫിഅനോട് ചോദിക്കുന്നുണ്ട്, ആ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെവിയിൽ നിന്ന് കൈയെടുക്കുകയും ഇതുപോലെ ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് ഇമാം അബൂദാവൂദ്, ഇമാം അഹ്മദ്, ഇമാം ഇബ്നു മാജ തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കാത് എന്ന, കേൾവി എന്ന അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹം നന്മകൾക്ക് വേണ്ടി വിനിയോഗിച്ച്
സ്വർഗം നേടുവാൻ നാം ഉപയോഗിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.